ഹലോ, പത്തരമാറ്റിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അനിയും നന്ദുവും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അനി പറയുന്നുണ്ട്, അനാമിക എത്രയായാലും എൻ്റെ ജീവിതത്തിൽ നിന്നും പോകും. അപ്പോൾ നീ എൻ്റെ കൂടെ ഉണ്ടാകണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. വേണ്ടി വന്നാൽ എന്നെ സ്നേഹിക്കുന്നവരുടെ മുഖം പോലും ഞാനങ്ങ് മറക്കും. ഇതൊക്കെ കേട്ട് ചെറിയ ടെൻഷനും സങ്കടവും ഒക്കെ ഉണ്ട് നമ്മുടെ നന്ദുവിന്. പിന്നെ കാണിക്കുന്നത് നയനയുടെ വീടാണ്. ഗോവിന്ദൻ നയനയോടും ദേവയാനിയോടുമായി പറയുന്നുണ്ട്, ഇനിയും ഇത് മറച്ചു വയ്ക്കുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആദർശ മോന് എന്തോ ഒരു അകൽച്ച ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് വന്ന കനകയും പറയുന്നുണ്ട്, എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്. രഹസ്യമായിട്ടാണെങ്കിലും മോൾക്ക് ഇതെല്ലാം ആദർശനോട് പറയാമായിരുന്നു എന്നും പറയുന്നുണ്ട്. പിന്നെ ഗോവിന്ദൻ നയനയോട് പറയുന്നുണ്ട്, വിഷുവിൻ്റെ അന്ന് പോലും ആദർശ മോൻ ഇവിടെ വന്നില്ല. നന്ദുവിനെ യാത്ര അയക്കാനും വന്നില്ല. അങ്ങനെയൊക്കെ വരുന്നതായിരുന്നു മോൻ. ആ സ്ഥിതിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നീ അങ്ങോട്ട് തിരിച്ചു ചെല്ലുമ്പോൾ ആദർശിനോട് എല്ലാം തുറന്നു പറയുന്നതാണ് നല്ലത്. ഭർത്താവിൽ നിന്ന് ഒന്നും മറച്ചു വെക്കരുത് മോളെ, അതൊന്നും ശരിയല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നയന ഇങ്ങനെ ദേവയാനിയെ നോക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എന്നെ നോക്കുകയൊന്നും വേണ്ട, മോള് എല്ലാം ഇനി അവനോട് പറഞ്ഞുകൊള്ളൂ. പറയുന്നത് തന്നെയാണ് നല്ലത്. എത്രയും നേരത്തെ പറയാൻ പറ്റുമോ അത്രയും നേരത്തെ പറയുന്നത് തന്നെയാണ് നല്ലത്. ഇനിയും വൈകിപ്പിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട് നയന വന്ന് ദേവയാനിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ കനക പറയുന്നുണ്ട്, കണ്ടോ അവളുടെ ഒരു സന്തോഷം കണ്ടോ. അന്നേരം ദേവയാനി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇത് പറയാൻ വേണ്ടി വീർപ്പുമുട്ടി കാത്തിരിക്കുകയായിരുന്നു നീ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, സംശയം എന്താ അമ്മേ, അമ്മയോട് സത്യം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ആദർശേട്ടനോട് പറയാതിരുന്നത്. അത് വല്ലാത്ത ഭാരമായിട്ട് മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ഇനി ഇതൊക്കെ അറിയുമ്പോൾ ആദർശേട്ടന് വലിയ സന്തോഷമായിരിക്കും. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഞാനായിട്ട് ആരുടെ സന്തോഷവും തല്ലിക്കെടുത്തുന്നില്ല എന്ന് പറയുന്നുണ്ട് ദേവയാനി. പിന്നെ കാണിക്കുന്നത് അനിയെയാണ്. അനി അങ്ങനെ നന്ദുവിനെ ട്രെയിനിൽ കയറ്റി വിട്ടതിൻ്റെ ശേഷം കുറച്ച് സങ്കടത്തിലൊക്കെയാണ്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാലല്ലേ ഇനി നന്ദുവിനെ കാണുകയുള്ളൂ. പിന്നെ അനി ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞ് അവൾ എന്നെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചാൽ ക്രിമിനൽ കേസാകുമെന്നൊന്നും ഞാൻ നോക്കില്ല. ഞാൻ അവളുടെ ക്യാമ്പിലേക്ക് ഇടിച്ചങ്ങ് കയറുമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നയനയുടെ വീടാണ്. ദേവയാനി എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടുന്ന് ഇറങ്ങുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനി നന്ദുവിനെ യാത്രയാക്കിയതിൻ്റെ ശേഷം അനന്തപുരിയിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, നീ എവിടെയായിരുന്നു ഇതുവരെ? അപ്പോൾ അനി പറയുന്നുണ്ട്, ഞാൻ നന്ദുവിനെ കാണാൻ പോയതാ. അത് അവൾ എൻ്റെ ഫ്രണ്ടല്ലേ ഏട്ടാ, അവളെ കാണാൻ പോയത് അത്ര വലിയ തെറ്റാണോ എന്ന് അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. അത് കേട്ട ആദർശനങ്ങ് ദേഷ്യം വരുന്നുണ്ട് ചെറുങ്ങനെ. പിന്നെ അനി എന്ത് ചെയ്യുന്നു, അവിടെ ദേവയാനിയെ കണ്ട കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ജയനും അജയനും ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അനി ഇത് പറഞ്ഞിട്ടും അവർക്ക് ഒന്നും വലിയ അതിശയമൊന്നും ഉണ്ടാകുന്നില്ല. കാരണം അവരിത് നേരത്തെ അറിഞ്ഞതാണല്ലോ. എന്നിട്ട് അനി ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾക്ക് ഒരു അതിശയവും ഇല്ലാത്തത്? അപ്പോൾ ആദർശ എല്ലാ കാര്യവും അനിയോട് പറയുന്നുണ്ട്. അപ്പോൾ അനിക്ക് സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് അനി പറയുന്നുണ്ട്, ഇത് ഒരു നല്ല കാര്യമല്ലേ ഏട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ പറയുന്നുണ്ട്, നല്ല കാര്യം തന്നെ, പക്ഷേ ഇത് നയന എന്നിൽ നിന്ന് മറച്ചു വെച്ചത് ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ട്, നയനടുത്തേക്ക് ഏട്ടനോട് എല്ലാം പറയാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവളുടെ അനിയത്തി യാത്രയാകുമ്പോൾ ഞാൻ ചെല്ലാത്തതിൽ അവൾക്ക് വലിയ പരിഭവമായിരുന്നു. ഞാനെന്തിനാ ചെല്ലുന്നത്? ചെല്ലേണ്ടയാൾ ചെന്നല്ലോ. ഏതായാലും അമ്മ അവിടെ ഉള്ളപ്പോൾ ഞാൻ അവിടേക്ക് ചെല്ലണ്ടെന്നേ അവരെല്ലാവരും ആഗ്രഹിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പോകാതിരുന്നത്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, എനിക്ക് അവളോട് നല്ല ദേഷ്യമുണ്ട്. ഇനി നിങ്ങളെല്ലാം എൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോയി കളയുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആദർശ് ഇങ്ങനെ മുടി ഇങ്ങനെ ചീകിക്കൊണ്ടിരിക്കുകയാണ് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന്. അപ്പോൾ ആദർശട്ട എന്ന് വിളിച്ച് നയന വരുന്നുണ്ട്. എന്നിട്ട് നയന പറയുന്നുണ്ട്, ഞാൻ മനസ്സിൽ ഒളിപ്പിച്ചു കൊണ്ട് നടന്ന ഒരു കാര്യം ആദർശേട്ടനോട് എനിക്കിപ്പോൾ തന്നെ പറയണം. അങ്ങനെ നയന ആദർശനോട് എല്ലാം പറയുന്നുണ്ട്. അമ്മയ്ക്ക് പറയാൻ നാണക്കേട് തോന്നി, അതുകൊണ്ടാണ് അമ്മ ആരോടും പറയാതിരുന്നത് എന്ന്
അമ്മ ആരോടും പറയണ്ട എന്ന് എന്നോട് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ആദർശേട്ടനോട് പറയാതിരുന്നത്. അമ്മ അമ്പലത്തിൽ പോകാനെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോയിരുന്നതൊക്കെ എന്നെ കാണാനും എൻ്റെ വിശേഷങ്ങൾ തിരക്കാനുമായിരുന്നു എന്നൊക്കെ ആദർശിനോട് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ആദർശിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ആദർശ് നയനയെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ മുത്തം കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നയനയുടെ ഒരു ദിവാസ്വപ്നം മാത്രമായിരുന്നു. എന്നിട്ട് നയന ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, സത്യം അറിയുമ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രതികരണം തന്നെ ആയിരിക്കും ആദർശേട്ടനും ഉണ്ടാവുക. ഇനി എന്നോട് എത്ര ദേഷ്യമുണ്ടായാലും ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ എന്നെ കൂടുതൽ സ്നേഹിക്കുകയേ ഉള്ളൂ എൻ്റെ ആദർശേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബിലേക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.